മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക പണിയും ഞാൻ, അറബി പെണ്ണൂതി ഒരുക്കി അരിവാതിക തീർക്കും ഞാൻ. ഹബീബി ഹബീബി. ഞാനേ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ. ഹലോ, ഞാൻ പറഞ്ഞ കേട്ടില്ലേ? ഞാനേ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാണെന്ന്. അതിന് ഞാനെന്താ വേണ്ടേ? ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ അതിലൊരു സന്തോഷം വരട്ടെ എന്റെ ഭാര്യയുടെ മുഖത്ത്. ഇത് നിങ്ങൾ പൊട്ടാൻ പോകുന്ന എത്രാമത്തെ ബിസിനസ്സാന്ന് നിങ്ങൾക്ക് അറിയോ? ഇത് പൊട്ടിപ്പോകുന്നു നിന്റെ കാലടി പറഞ്ഞത്. ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കാൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ നീ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്നിട്ട് നിങ്ങൾ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം കറക്റ്റ് അന്വേഷിക്കുന്നുണ്ട്. അതൊന്നും ഉത്തരവാദിത്വം കൂട്ടാൻ വേണ്ടിയല്ലേ പുതിയ ബിസിനസ് തുടങ്ങുന്നത്? വരുമാനം കൂടും, അപ്പൊ വീട്ടിലെ ഇടപെടലുകൾ കൂടും, നിങ്ങളൊക്കെ ഹാപ്പി ആവും. അതിനു വേണ്ടിയല്ലേ? പൊട്ടിപ്പൊളിയാൻ പോകുന്ന ബിസിനസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു ഇങ്ങോട്ടേക്ക്. എടി, എന്റെ ജീവിതത്തിലെ പൊട്ടിപ്പോയ ഒരൊറ്റ ബിസിനസ്സേ ഉള്ളൂ. എന്നാന്നറിയാവോ? നിന്നെ കെട്ടിയത്. അപ്പൊ നിങ്ങൾ പൈസ വേണ്ടിട്ട് എന്നെ കെട്ടിയേ? നിന്നെ കെട്ടിയതിന്റെ പേരിൽ നിന്റെ തന്ത എന്ത് പണി എനിക്ക് തന്നത്? നിങ്ങൾ എന്തിനാ ഒന്നും രണ്ടും പറയുമ്പോ എന്റെ തന്തേനെ പറയാൻ നിൽക്കുന്നത്? പിന്നെ അല്ലാതെ നിന്റെ തന്തയല്ലാതെ ആരെടിയാ പറയണത്? പൊട്ടിപ്പോകുന്ന ബിസിനസ് പോലും എടി പോയി അപ്പുറത്തെ വീട്ടിലേക്ക് കാണി. ഭർത്താവ് ഒരു എന്തെങ്കിലും ഒരു ചെടി വെച്ചാൽ പോലും അതിൽ സന്തോഷിക്കുന്ന ഭാര്യമാരാ. നീ ഒരുത്തിയേ ഉള്ളൂ ഭർത്താവ് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. മനസ്സിലായ? കാണിച്ചു തരാം നിന്നെ. കാണിക്ക്. കാണുന്നല്ലേ ഇവിടെ കാണിക്കുന്നു. നീ എന്റെ മുമ്പിൽ വന്നിട്ട് കുഴിഞ്ഞിരിക്കും. ചേട്ടാ, ബിസിനസ് ഹിറ്റായല്ലോ, ഒരു 10 രൂപ തരൂ, കുടുംബശ്രീന്ന് 5000 എടുക്ക്, 10000 എടുക്ക്, 10000 എടുക്ക് എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ഇങ്ങനെ കെഞ്ചുന്നത്. അതിപ്പോഴല്ലേ മോളെ കാണാം. ബിസിനസ് തുടങ്ങട്ടെ, കാണിച്ചു തരാം. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങൾ എന്നോട് കെഞ്ചുന്നതാണ് ഞാൻ കാണുന്നത്. വർഷം എത്രയായി? എത്രയാവട്ടെ, ഈ വിജയത്തിന് വർഷമൊന്നും കൂട്ടരുത്. ഇത് കറങ്ങാത്തെ ഓരോന്ന് പറയുമ്പോ എനിക്ക് തോന്നിയായിരുന്നു ശകുനപ്പഴയാവുന്നു. നാശം. ഇതെന്നാ ചെയ്യുന്നേ? ഇവിടെ അരി അടക്കാൻ കഴിയാണ്ട് മിക്സി കടായിട്ട് അത്യാവശ്യം മിക്സിക്ക് എന്ത് പറ്റി? മിക്സിക്ക് എന്ത് പറ്റി? അമ്മോടെ ഇത് കംപ്ലൈന്റ് ആയിട്ട് കാണുന്ന തിരിയുന്നില്ലല്ലോ. വെള്ളത്തിലൊന്നും ഇടല്ല. ഇത് ഞാൻ ശരിയാക്കി തരാം. നീ നന്നാക്കോ ഇത്? പിന്നെ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന അത് ഊരിയിട്ട് എടുക്കും. ഇതിന്റെ സ്പാനറൊക്കെ ഇവിടെ ഉണ്ടാവുക അറിയാ? എടാ, ഇങ്ങനെ എന്തോ സ്ക്രൂ ഡ്രൈവർ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരില്ലേ? അതൊക്കെ വേണം. അതൊക്കെ ഞാൻ തപ്പി എടുത്തോളാം. അമ്മ ഞാനില്ല, ഞാൻ ശരിയാക്കാം. വേഗം നോക്കടാ, അത് അരക്കട്ടെ. ഞാൻ ഇത് കുറച്ച് സമയം എടുക്കും, പക്ഷെ ഞാൻ ശരിയാക്കി തരാം, മേടിക്കണ. ചേച്ചി, ചേച്ചിയുടെ കൂടെ പഠിച്ചൊരു പയ്യനെ നമ്മൾ കണ്ടില്ലായിരുന്നു അമ്പലത്തിൽ ചേച്ചി. വിഷ്ണു. പുള്ളിയുടെ കൂടെ വേറൊരു പയ്യൻ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആളെ പരിചയണ്ടാ? പരിചയം ഉണ്ടെങ്കിൽ അല്ലേ ചോദിച്ചതാ. പുള്ളിനെ കാണാൻ നല്ല ഭംഗിയല്ലേ? ഉള്ള ചാട്ട ഇങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവണ്ട കേട്ടാ. എന്ത് വായിടുന്നു? അങ്ങനെയൊന്നുമില്ല. നിനക്ക് ഈ ആമ്പിള്ളേരെ വായനോട്ടൊന്ന് നിർത്തിക്കൂടെ? എന്ത് കഷ്ടം. എനിക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ? ഇതത്ര നല്ല എന്റർടൈൻമെന്റ് ഒന്നുമില്ല. ചേച്ചിയുടെ ഫോൺ തരാം. എന്തിനാടാ? എനിക്ക് ഗെയിം കളിക്കാൻ. അല്ല, എന്റെ സ്കൂളത്തെ കാര്യങ്ങൾ ഗൂഗിൾ ചെയ്യാൻ. സത്യം പറ, എനിക്ക് ഗെയിം കളിക്കാനല്ലേ? ആണ്. ഒരു കാര്യം ചെയ്, നീയേ 2 റൗണ്ട് വീടിന് ചുറ്റും ഓടിയിട്ട് അയ്യോ ആയിക്കോട്ടെ. പക്ഷെ പോയി കഴിഞ്ഞെങ്കിൽ ഫോൺ തരും പ്രോമിസ്. മര്യാദക്ക് ചെയ്യും. മണ്ടല്ലേ ഒരു സുഖം. ഇതിന് ആ സ്വിച്ചിന്റെ കംപ്ലൈന്റ് അല്ലേ ഉണ്ടായിരുന്നു. നീ ഇതെന്തിനു മൊത്തം അയച്ചു പറിച്ചിട്ടേ? എന്തായാലും ഇത് മൊത്തം അഴിച്ചില്ലേ അമ്മ. ഇത് ഫുള്ള് സർവീസും കഴിഞ്ഞ് ഫുള്ള് കൂട്ടപ്പനാക്കി ഇടക്കാവനെ. നീ എവിടുന്നാടാ ഇതെല്ലാം പഠിച്ചത്? അമ്മയ്ക്ക് അറിയാലോ, അമ്മയുടെ മൊത്തം മക്കളിൽ ഏറ്റവും ബ്രില്യൻ ഞാനാണ്. ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ എനിക്കറിയാം. എന്നാലും എന്റെ മോനെ എഞ്ചിനീയർ പഠിച്ചാൽ മതിയായിരുന്നു. എന്നാലും എന്തിനാ അതൊക്കെ പഠിച്ച് പൈസ കളയുന്നേ? അല്ല, അങ്ങനെയാവുമ്പല്ലേ ഇതെല്ലാം മൊത്തം ഇങ്ങനെ TV ഫ്രിഡ്ജെല്ലാം നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. എനിക്കതെല്ലാം അറിയാന്ന്. ഏത് മെഷീൻ കണ്ടോ ഞാൻ ശരിയാക്കും. ആണോ? ഓ, പെട്ടെന്ന് നോക്കടാ. ഇതെന്തുവാടോ? അത് അതിന്റെ സ്വിച്ച് കംപ്ലൈന്റ് ആയിപ്പോയി അമ്മേ.
അപ്പം മിക്സിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്ത് വർത്താൻ അച്ഛമ്മ പറഞ്ഞേ? ഇതൊക്കെ ഞാൻ കുറെ കണ്ടു തന്നെ വളർന്നു വന്ന കേട്ടാ. ഇവൻ നന്നാക്കിയ മിക്സി ഞാനൊന്ന് ഉണക്കിയാലുണ്ടല്ലോ ഈ പഞ്ചായത്തിലെ ട്രാൻസ്ഫോമർ മുഴുവൻ അടിച്ചു. ഒന്നും മിണ്ടാതിരിക്കാമേ. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മക്കളെ പ്രോത്സാഹിപ്പിക്കണം നമ്മള്. അന്റെ കുഞ്ഞിത് ശരിയാക്കിട്ട് നോക്കിക്കോ. എടി നിനക്കൊരു പുതിയ മിക്സി വാങ്ങിക്കൊടുത്തൂടെ? നിങ്ങളുടെ കയ്യിൽ കുറെ പൈസ ഇല്ല, എന്നാ പിന്നെ ഒരു പുതിയ മിക്സി അങ്ങ് മേടിക്കും. എന്റെ ഇവിടെ നടി പൈസ കിട്ടുന്ന പൈസ കുഴമ്പിന് എണ്ണയ്ക്കും പോലും തികയുന്നില്ല. എന്താ എടി കിട്ടുന്ന പൈസ എനിക്ക് എണ്ണ മേടിക്കാനും കുഴമ്പിന് പോലും തികയത്തില്ല. പിന്നെ ഞാനെങ്ങനെ മേടിക്കാനാ? എന്നിട്ട് സരിതൊക്കെ എടുത്ത് കൊടുക്കുന്നത്. സരിതൊക്കെ എടുത്ത് കൊടുക്കുന്നത് നീ കണ്ടോ? കണ്ടോ? കണ്ട? ആ കണ്ടതുകൊണ്ടാ പറഞ്ഞ്. കണക്കായി പോയി. ഞാൻ സരിതയ്ക്ക് കൊടുക്കും, ചിലപ്പോ ഈ സ്വത്ത് മുഴുവൻ എഴുതി കൊടുത്തു കൊടുക്കും. നീ എന്നാ എന്നെ ചെയ്യും? അല്ല, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രകാശൻ എന്ന് പറയുന്നത് നിങ്ങളെ മോൻ തന്നെയാ? മോനല്ലെന്ന് പറഞ്ഞാൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവോ? ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവൂല. നീ ഇത് നന്നാക്കിട്ട് എന്നെ വിളിക്കുക കേട്ടാ. അവിടെ നിന്ന് വീട്ടിൽ പോവാണോ? അന്ന് ആ പാട്ടക്കെട്ടും കൂടെ എടുത്തോളൂ. എന്റെ അച്ഛൻ നല്ല അന്തസ്സോടെ ഞാൻ എന്നെ കെട്ടിച്ചുട്ടെ. ശരിയാടാ. നെഗറ്റീവ് അച്ഛമ്മ, അമ്മ സമാധാനത്തിരിക്കുമല്ലായിരുന്നു ഇവിടെ. അവളെ അന്തസ്സോടൊന്നും അല്ല കെട്ടിച്ചോണ്ട്. നിങ്ങൾക്കൊന്നും അറിയില്ല. അത് പിടിക്കും. നീ ഇരുന്നോ നന്നാക്കി. എടാ വേണുകുട്ടാ, നമ്മുടെ ബിസിനസ് ഒന്ന് മാറ്റി പിടിക്കുക. ചിട്ടി എടാ കുഴപ്പമൊന്നും ഇല്ലെന്ന്. നീ നിന്റെ ബന്ധുക്കളെ എല്ലാവരും ഒന്ന് ചേർക്കണേ അളിയാ. അത് വേറൊരു പണി കൊടുക്കാനാടാ ഒരാക്കിട്ട്. നീ വൈ, ഞാൻ വിളിക്കാം. ഈ പുഷ്പേ, നിന്നെ പൊളിച്ചാട്ടുക്കോടി ഞാൻ. എന്തുവാടാ പോയി? ഹലോ ഓടുവാ. എന്തിന്? വണ്ണം കുറയ്ക്കുക. എക്സർസൈസാ? അതെ. എടാ അങ്ങനെ ഓടാനാണ് ഇറങ്ങി റോഡിൽ കൂടെ ഓടാ. നീണ്ടു തീർന്ന് കിടക്കൂല്ലയോ? അയ്യോ അത് വേണ്ട, റിസ്കാ. ഇവിടെ വല്ല വീണുപോയ അച്ഛനൊക്കെ രക്ഷപ്പെടുത്താൻ ഉണ്ടായല്ലോ. ആ എന്നാ രക്ഷപ്പെടുത്തിക്കോളാം. മക്കൾ തളരാതെ ഓടിക്കോ, ഓടിക്കോ, വണ്ണം കുറയട്ടെ. ആ ഓടിക്കോ കേട്ടാ. ചേടാ ഇവനെന്തു പറ്റി? പാതിരപ്പുള്ളുണർന്നു പരൽ മുല്ല കാടുണർന്നു പാൽമുളം കൂട്ടിലെ. എന്തുവാടി നിന്റെ ഇളയ കൊച്ച് അപ്പുണ്ണി വീടിന് ചുറ്റി കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? ആ എനിക്കെങ്ങനെ അറിയാനാ? നീ അവൻ്റെ നല്ലതല്ലേ, ചോദിക്കട്ടെ എന്തുവാന്ന്. അപ്പൊ നിങ്ങൾ അച്ഛനല്ലേ? ഞാൻ ചോദിച്ചു. അപ്പം അവൻ എന്നോട് പറഞ്ഞു അവൻ വ്യായാമത്തിലാണ്, എക്സർസൈസിലാണ്, വണ്ണം കുറയ്ക്കണം, സുന്ദരനാകണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് അറിയുമെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ ചോദിക്കുന്നേ? എന്നെ അളക്കാൻ വേണ്ടി വന്നതാ നിങ്ങൾ? എന്നെ അളക്കാനൊന്നുമല്ല, ഒരു തള്ളയുടെ ഉത്തരവാദിത്വം നിനക്കുണ്ടോ എന്നെനിക്കൊന്ന് അറിയണമല്ലോ, അതിന് വേണ്ടി ചോദിച്ചതാ. പിന്നെ നിന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എൻ്റെ ഉണ്ടല്ലോ, അത് പറയാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതെന്താന്ന് വെച്ചാല് എന്നാടാ ഞാൻ മിക്സ് ചെയ്തേ അങ്ങോട്ട്. ശരിയായോ അത്? ഓ ശരിയാക്കി. എന്തുവാടാ ഇത്? എന്തെങ്കിലും സംസാരിച്ച് ബഹളം വെച്ചോണ്ട് പിന്നെ മിക്സ് ചെയ്തേ കാര്യം വന്ന് പറയണ്ടേ? നീ എന്റെ മോൻ തന്നെയാടാ. 24 hours അത് വർക്ക് ചെയ്താലും ഇനി അത് നിക്കത്തുമില്ല, പോത്തുമില്ല, ഒന്നും പറ്റില്ല. കാണിച്ചു പറയണ്ട ഇത്. പിന്നെ കേക്കാം. എന്തുവാ ഇത് രണ്ടിനും പോട്ടെ. സെറ്റ് നന്നായോടാ. ഇനി എല്ലാം നല്ല വെണ്ണ പോലെ അരിഞ്ഞു വരും. അമ്മ ആ ടെസ്റ്റ് ചെയ്യാം. കുത്ത്. അയ്യോ ഞാൻ ആരാന്ന് അമ്മ വിചാരിച്ചു. ഇതിപ്പം ഇല്ല. എന്താ അതില് അരി ഇട്ട് വെച്ച് തന്നെയാ. അതിന്റെ ക്ലിപ്പ് ശരിക്കും വീണടാ. വീണ വീണ. ഓക്കേ. ഇതെന്താണ് ഇതിന്റെ പുകയെല്ലാം വരുന്നത്? അതെ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ചുമന്ന വയറും ബ്ലാക്ക് വയറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും ഇപ്പൊ മാറി തോന്നുന്നു.